അജ്മൽക്ക നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് തന്നെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ വേണം നമ്മളോട് ആവശ്യപ്പെട്ടത്. ഹായ്, ഞങ്ങൾ ടീം സീറോ ആർക്കിടെക്ട്സ്. എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ, ഇത് എൻ്റെ പാർട്ണർ അഷർ, ഇത് അജ്മൽ അബ്ദുള്ള. ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങൾ റീസെൻ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഹയാത്ത് എന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ഞങ്ങൾ വെള്ളികുളങ്ങരയുള്ള അജ്മൽ എന്ന ക്ലയൻറ്റിന് വേണ്ടി നിർമ്മിച്ച് നൽകിയ വീടാണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 4900 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അജ്മൽക്ക നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് തന്നെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ വേണം നമ്മളോട് ആവശ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കോർട്ട്യാർഡ് തന്നെയാണ്. 4 ബെഡ്റൂമിൽ നിന്നും ഈ കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നാച്ചുറൽ ഫീൽ തന്നെ ഇവിടെ ഒതുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു മോഡേൺ കൺസെപ്റ്റാണ്. രണ്ട് പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പോർച്ച്, വരാന്ത, അതുപോലെ തന്നെ ഫോമൽ ലിവിങ്ങിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഒരു ഭാഗത്തായിട്ട് നമ്മൾ സീലിംഗിൽ HPL ഷീറ്റും പിന്നെ C ചാനൽ ഐ സെക്ഷൻ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഫ്രണ്ടിൽ കാണുന്ന ഫസ്റ്റ് ഫ്ലോർ ഏരിയയിൽ ഒരു റൊട്ടേറ്റിംഗ് ടൈപ്പ് സ്ക്രീന് HPL ഷീറ്റ് കൊണ്ട് ഏത് സമയത്തും നമുക്ക് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ബാൽക്കണിയിൽ ആക്സസോട് കൂടിയിട്ട് അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ്. അത് ഞങ്ങൾ എടുത്തിട്ടുള്ളത് കോഴിക്കോടുള്ള മർമർ ഇറ്റാലിയയിൽ നിന്നാണ്. ഞങ്ങൾ ഇവിടേക്ക് മെറ്റീരിയൽ നോക്കാൻ വേണ്ടി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ക്ലയൻറ്റ് നമ്മുടെ വീടിൻ്റെ തീമിന് അനുയോജ്യമായ രീതിയിലും ക്ലയൻറ്റും ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഒരുപാട് സ്ഥലത്ത് നോക്കി. പക്ഷെങ്കിൽ നമുക്ക് ഏറ്റവും റീസണബിൾ പ്രൈസിനും അതുപോലെ തന്നെ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയത് കാലിക്കറ്റുള്ള മർമർ ഇറ്റാലി വെച്ചിട്ടാണ്. വാൾനട്ട് ബീച്ചാണ് നമ്മൾ ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഇറ്റാലിയൻ മാർബിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഞങ്ങൾ ഒരു ഡാർക്ക് ഗ്രേ കളർ മാർബിൾ തന്നെയാണ്, ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മർമർ ഇറ്റാലിയയുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഇവർ ഏത് സമയത്തും ഈസിലി ഓൺ കോൾ അവൈലബിൾ ആണ്. ഇനി സ്റ്റാഫ് അവൈലബിൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ തന്നെ സെക്യൂർ ബൈ ഏത് സമയത്തും നമുക്ക് വാട്സപ്പിൽ നമ്മൾ ഏതാണ് നമുക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഉടനെ തന്നെ അതിൻ്റെ റിപ്ലൈ, അതിൻ്റെ ഇമേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർവേഡ് ചെയ്യുന്നതാണ്. ഈ വീട്ടിലേക്കുള്ള മുഴുവൻ ഫർണിച്ചറുകളും നമ്മൾ ആഷ് വുഡിൽ തീർത്തതാണ്. ഇത് നമ്മൾ ഡിസൈൻ കൊടുത്ത് നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്തതാണ്. കംപ്ലീറ്റ് ഏകദേശം എല്ലാം ഒരേ ഫിനിഷിൽ വാൾനട്ട് ഫിനിഷിൽ തന്നെ നമ്മൾ, അതായത് മാർബിളുമായിട്ട് മാച്ചാകുന്ന രീതിയിലുള്ള വാൾനട്ട് ഫിനിഷിൽ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് വുഡും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ വളരെ ഡാർക്കായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് കൂടുതൽ കൊടുക്കുക എന്നുള്ളൊരു ചലഞ്ചായിരുന്നു നമ്മളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ടും ലൈറ്റിങ്ങും നമ്മൾ മാക്സിമം സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വീട് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ്. ഫോർമൽ ലിവിങ് ആയാലും ഡൈനിങ് ഏരിയ ആയാലും ഫാമിലി ലിവിങ് ആയാലും എല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെയുള്ള 2 ബെഡ്റൂമിൽ നിന്നും നമുക്ക് കോർട്ട്യാർഡിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കിച്ചണിലേക്ക് ഒരു ഓപ്പണിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മൾട്ടി ഹെഡ് ബോൺസായി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന് വരാന്തയിൽ നിന്നും ഫ്രണ്ട് യാർഡിൽ നിന്നും വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഈ വീടിൻ്റെ ഫേവറേറ്റ് പോയിന്റ് എന്ന് പറയാനുള്ള പ്രത്യേകിച്ചുള്ള സ്പേസില്ല, എല്ലാ ഏരിയയും നമ്മുടെ ഫേവറേറ്റ് പോയിന്റ് തന്നെയാണ്. ഓരോ ഏരിയക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കളർ തീമിലായിക്കോട്ടെ, മെറ്റീരിയൽ സെലക്ഷൻസിലായിക്കോട്ടെ, ഫാബ്രിക്സ്, ഫർണിച്ചർ, അതിന് ഓരോന്നിനും അതിൻ്റേതായ ഒരു ഡീറ്റെയിലിംഗ് ടച്ച് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്.